Dear children, Information and Communication Technologyയുടെ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ പബ്ലിഷിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്രിയേറ്റ് ന്യൂ സ്റ്റൈൽ, മോഡിഫൈ ദി സ്റ്റൈൽസ്, ഇൻസേർട്ട് ഇൻഡെക്സ് ടേബിൾ, മെയിൽ മെർജ് തുടങ്ങിയ ആക്ടിവിറ്റികളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തത്. Today we are discussing our new chapter, Chapter 3, Attractive Web Designing. You have studied in class 9 how to prepare a web page for sharing news about the school Kalolsavam. We have understood that the web pages we see are also built using HTML. A web page built by Anu as part of her study activities in class 9 is given with the file name schoolkalolsavam.html in school resources folder. schoolkalolsavam.html എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഹോം, സ്കൂൾ റിസോഴ്സസ്, സ്റ്റാൻഡേർഡ് 10, വെബ് ഡിസൈനിങ്, സ്കൂൾ കലോത്സവം .html എന്നുള്ള ഓർഡറിൽ ഓപ്പൺ ചെയ്യാം. സ്കൂൾ കലോത്സവത്തിനെ കുറിച്ചുള്ള ഒരു വെബ് പേജാണ് ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള വെബ് പേജുകൾ നിങ്ങൾ കഴിഞ്ഞ വർഷം 9th ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. HTML എന്നുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തത്. ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് HTMLൻ്റെ ടാഗുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ് HTMLൻ്റെ ഫുൾ ഫോം. HTML കോഡുകൾ എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ടാഗുകളെ സൂചിപ്പിക്കുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വെബ് പേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടാഗുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ടാഗുകൾ കാണുന്നതിന് വേണ്ടി ഈ വെബ് പേജ് ഫയലിനെ ഇത് .html നിങ്ങൾ ഫയൽ നെയിമിന് ശേഷം എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. .html ഇതൊരു വെബ് പേജ് ആയിട്ടാണ് കമ്പ്യൂട്ടർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോഴത് വെബ് ബ്രൗസറിൽ ഓപ്പണായി വെബ് പേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ഇനി ഈ ഫയലിനെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന HTML ടാഗുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് HTMLൻ്റെ കോഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ പല ടാഗുകളും ആവർത്തിച്ച് വരുന്നതായിട്ട് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വെബ് പേജിന് വേണ്ടി പല ടാഗുകളും ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഫോണ്ട്, ഫേസ് എന്നൊക്കെയുള്ള ടാഗുകൾ നമ്മൾ ധാരാളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ടാഗുകളുടെ ഉപയോഗം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു മെത്തേഡാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നത്. ഓരോ പ്രാവശ്യവും വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ടാഗുകൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്റ്റൈലിൽ പഠിച്ചതുപോലെ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ വെബ് പേജിനും സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ളൊരു സ്റ്റൈൽ ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നത്. Figure 3.1 shows two different pages of Wikipedia. The contents are given in the same layout. We can see that the two pages shown in the figure 3.1 and the other pages in the Wikipedia have the same style. വിക്കിപീഡിയയുടെ എല്ലാ പേജുകളും ഒരുപോലെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെ കണ്ടൻറ്റുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ അതിലെ പേജ് സ്റ്റൈൽസ്, അതിൻ്റെ ലേഔട്ട് ഒരുപോലെയുള്ളതാണ്. ഇത്തരത്തിൽ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ചാണ്. എങ്ങനെയാണ് ഒരു വെബ് പേജിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ഇൻക്ലൂഡിംഗ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. We were able to give same styles for several pages in a word processor, giving styles and formatting. For making a web page, we prepare HTML script in a text editor. In order to include cascading styles within this, we can make use of the same text editor. Figure 3.2 shows how to include cascading style for a paragraph tag while making a web page. P എന്നുള്ള ടാഗാണ് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാരഗ്രാഫ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. P എന്നുള്ള HTML ടാഗാണ്. ആ P എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ, അക്സസറീസ്, gedit ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ള ഓർഡറിൽ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കലോത്സവം എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ടാഗുകളും എന്തെല്ലാമാണെന്ന് നോക്കാം. HTML ഫയൽ ഓപ്പൺ ചെയ്യുന്നത്, ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ HTML എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം ഹെഡിങ്, നമുക്കിവിടെ
ഇപ്പോൾ ഹെഡിങ് ആയിട്ടൊന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. ടൈറ്റിൽ എന്നത് ടൈറ്റിൽ ബാറിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത ടൈറ്റിൽ വരുന്നത്. ഇത് സേവ് ചെയ്തിരിക്കുന്നിടത്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ ആണിപ്പോൾ ഓപ്പൺ ആയത്. നമുക്കിതിനെ വെബ് പേജിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തെല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. ടൈറ്റിൽ എന്നത് ഇവിടെ ടൈറ്റിൽ ബാറിലാണ് വന്നിരിക്കുന്നത്. സ്കൂൾ കലോത്സവം നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടൈറ്റിൽ ബാറിലാണ് വന്നിരിക്കുന്നത്. ഇനി ഹെഡിങ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇവിടെ സ്കൂളിൻ്റെ പേരാണ് ഹെഡിങ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. സെൻറ്റ് ജോസഫ് CGHSS എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അത് നമ്മളുടെ വെബ് പേജിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ സേവ് ചെയ്യണം. സേവ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തു. നമ്മളുടെ വെബ് പേജ് ഓപ്പൺ ആയിരിക്കുന്നത് കാരണം അതിലേക്ക് അപ്ലൈ ആവാൻ റീലോഡ് എന്നുള്ള ഈ ബട്ടനാണ് റീലോഡ് ബട്ടൺ. റീലോഡ് റീഫ്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുത്തിയ ചേഞ്ചസ് ഈ പേജിലും കൂടെ അപ്ലൈ ആവും. സെൻറ്റ് ജോസഫ് CGHSS എന്നുള്ളത് അവിടെ വന്നു. ഇനി അതിന് ഹെഡിങ്ങിന് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡിങ്ങിൻ്റെ ടാഗുകളാണ് H1 തുടങ്ങി H6 വരെയുള്ള ടാഗുകൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാ ടാഗും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ ടാഗും ക്ലോസ് ചെയ്യണം. സ്ലാഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. സേവ് ചെയ്തു. ടാഗ് വലുതായി. ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ഉപയോഗിച്ച് ടാഗ് ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ടൈറ്റിൽ ടാഗ് പറഞ്ഞു. ഇപ്പോൾ ഹെഡിങ് വലുതാക്കാനാണ് നമ്മൾ H1 തുടങ്ങി H6 വരെയുള്ള ടാഗുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ H3 എന്നുള്ള ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഹെഡ് എന്നുള്ള ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു. അടുത്തത് ബോഡി പാർട്ടാണ്. ബോഡി എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ് ഈ വെബ് പേജിൻ്റെ ബോഡി ഭാഗങ്ങൾ വരേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന BR എന്നുള്ള ടാഗ് ശ്രദ്ധിച്ചേ. ഈ BR എന്നുള്ള ടാഗ് ബ്രേക്കാണ്. ഇത് നമ്മൾ ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാം ഒറ്റ ലൈനിലായിരിക്കും വരുന്നത്. മോഹിനിയാട്ടത്തിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. സ്ലാഷ് ബോഡി എന്നുള്ള ടാഗ് ഉപയോഗിച്ച് ബോഡി പാർട്ട് ക്ലോസ് ചെയ്തു. /HTML എന്നുള്ള ടാഗ് ഉപയോഗിച്ച് HTML ടാഗ് ഫുള്ളായിട്ട് ഈ വെബ് പേജും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഫിഗർ 3.2 കൊടുത്തിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഫോർ പാരഗ്രാഫ് ടാഗ് എന്നുള്ളതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗമാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ചെയ്ത വെബ് പേജിൽ തന്നെ സ്റ്റൈൽ എന്നുള്ള ഭാഗം കൂടി കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. സ്റ്റൈൽ ടാഗ് ടൈപ്പ് ചെയ്യേണ്ടത് ഹെഡ് എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ്. ഇൻക്ലൂഡഡ് സ്റ്റൈൽ ടാഗ് വിത്തിൻ ദി ഹെഡ് ടാഗ്. സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിൻ്റെ പേര് കൊടുക്കേണ്ടത്. പാരഗ്രാഫ് സ്റ്റൈലിന് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് P എന്നാണ്. പാരഗ്രാഫ് സ്റ്റൈലിൻ്റെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൽ പാരഗ്രാഫ് സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ബ്രേസസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ആ സ്റ്റൈല് എന്തൊക്കെ കാര്യങ്ങളാണോ അക്ഷരങ്ങളിൽ വരുത്തുന്നത്, ആ വെബ് പേജിൽ വരുത്തുന്നത്, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഫോണ്ട് ഫാമിലി എങ്ങനെയുള്ളതാവണം, കളർ എങ്ങനെയുള്ളതാവണം, സൈസ് എങ്ങനെയുള്ളതാവണം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുള്ളതാവണം, ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ ബ്രേസസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അതുപോലെ സ്റ്റൈൽ എന്നുള്ള ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു, അതിനെ സ്റ്റൈൽ കഴിയുമ്പോഴേക്കും ക്ലോസ് ചെയ്യുക. പാരഗ്രാഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന P ശ്രദ്ധിക്കുക. മോഹിനിയാട്ടം, ഭരതനാട്യം, ഈ രണ്ട് വാക്കുകൾക്കാണ് ഇവിടെ ഇപ്പോൾ ഈ P എന്ന് പറയുന്ന സ്റ്റൈല് അപ്ലൈ ആകുന്നത്. P സ്റ്റൈലിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. വെബ് പേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. വെബ് പേജിലിവിടെ കളർ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഐറ്റത്തിൽ നമുക്ക് കളേഴ്സ്, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം നോക്കാം. ഇവിടെ P എന്നുള്ള ടാഗ് നമുക്ക് ടൈപ്പ് ചെയ്യാം. P/P എന്നുള്ള ഇത് ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു. അപ്ലൈ ആവാനായിട്ട് റീലോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒപ്പന, തിരുവാതിര എന്നുള്ള വാക്കുകൾക്കും കൂടി P എന്നുള്ള സ്റ്റൈല് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഹെഡിങ്ങിന് സ്റ്റൈൽ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഹെഡിങ്ങിന് സ്റ്റൈൽ കൊടുക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ഈ പി എന്ന് പറയുന്ന ടാഗ് ഇത് ഇവിടം തുടങ്ങി ഇവിടം വരെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടി തീരുന്നിടം വരെയാണ് അതിൻ്റെ പി എന്ന് പറയുന്ന ടാഗ്. അതിനുശേഷം നമ്മൾക്ക് ഹെഡിങ് ടൈപ്പ് ചെയ്യാനായിട്ട്, ഹെഡിന് ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ H3 എന്നുള്ള ടാഗാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാഗിന്, നമ്മുടെ സ്റ്റൈലിന് H3 എന്ന പേര് കൊടുക്കാം. H3 എന്ന പേര് കൊടുത്തു. ബ്രേസസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യാം. ഹെഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ H3 എന്നുള്ള സ്റ്റൈൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതും ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സേവ് ചെയ്യാം. വെബ് പേജിലേക്ക് അപ്ലൈ ആക്കുന്നതിന് വേണ്ടി റീലോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. സിംഗിൾ ഐറ്റം, ഗ്രൂപ്പ് ഐറ്റം, ഈ വാക്കുകൾ, അതായത് H3 എന്നുള്ളത് എവിടെയെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ആ സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ആകും. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി 3.3 അപ്ലൈയിങ് കാസ്കേഡിംഗ് സ്റ്റൈൽസ് ടു ദി ഹെഡിംഗ് ടാഗ് എന്നുള്ള ഭാഗം വരെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക.